നമസ്കാരം. കണ്ണീർ ഭൂമിയിലേക്ക് വ്യോമസേനയുടെ C-130 ഹെർക്കുലീസ് വിമാനം പറന്നിറങ്ങി. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം പറന്നിറങ്ങിയത്. മരിച്ചവരുടെ ഉറ്റവരും ഉടയവരും നാട്ടുകാരും അടക്കം സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടക്കം നൂറുകണക്കിന് പേർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കണ്ണീരുമായി തടിച്ചുകൂടിയിരിക്കുകയാണ്. കാത്തിരിക്കുകയായിരുന്നു ഈ ഉറ്റവരുടെയും ഉടയവരുടെയും കണ്ണീർ കടലിൽ മുങ്ങി നെടുമ്പാശ്ശേരി. സ്വന്തം മകൻ്റെ അല്ലെങ്കിൽ മരുമകൻ്റെ അനുജൻ്റെ ഒക്കെ തന്നെ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്ന, വേദനയോടെ കാത്തിരിക്കുന്ന, വിങ്ങിപ്പൊട്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെയാണ് നാം നെടുമ്പാശ്ശേരിയിൽ കണ്ടത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 24 മലയാളികളുടെയും ഒപ്പം തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം അല്പസമയം മുൻപ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. തീർച്ചയായിട്ടും വേദനയുടെ നിമിഷങ്ങളാണ്. മരിച്ചവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി, മന്ത്രിമാരായ വീണ ജോർജ്, കെ രാജൻ, പി രാജീവ്, അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ഒപ്പം ഈ മരിച്ചവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ തന്നെ വേദനയോടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് നേരമായി നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾക്ക് ആദരാഞ്ജലികൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ വിമാനത്താവളത്തിൽ തന്നെ വച്ച് അർപ്പിക്കും. അവിടെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ വച്ച് അന്തിമോപചാരം അർപ്പിക്കേണ്ട ആ സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു. അതുപോലെ തന്നെ 31 ആംബുലൻസുകൾ സജ്ജമാക്കിയിരിക്കുന്നു അവരവരുടെ വീടുകളിലേക്ക് അവരുടെ ചേതനയേറ്റ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനായി. കോട്ടയത്തു നിന്നും, പത്തനംതിട്ടയിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, കണ്ണൂരിൽ നിന്നും, മലപ്പുറത്തു നിന്നും ഒക്കെ തന്നെ മരിച്ചവരുടെ ബന്ധുക്കൾ അവിടെ തിങ്ങിക്കൂടിയിരിക്കുകയാണ് വേദനയോടെ, കണ്ണീരോടെ. ഇനിയിപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം വിവിധ ആംബുലൻസുകളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകും.